പ്രഭയിൽ ഉണരാം പുതുതാകാം പുതിയൊരു പാതയതിൽ പോകാം സാക്ഷികളായി തിരുവചന പ്രഭയിൽ ഉണരാം പുതുതാകാം പുതിയൊരു പാതയതിൽ പോകാം സാക്ഷികളായി പ്രകാശനായ പ്രകാശിത പ്രകാശനായ പ്രകാശിത പ്രകാശനായ പ്രകാശിത പ്രകാശനായ പ്രകാശിത. ഇന്ന് നമ്മൾ കൂട്ടത്തിൽ ചിന്തിക്കാനുള്ള ഒരു വിഷയമാണ് ഡെവലപ്പിംഗ് യുവർ പേഴ്സണൽ വിഷൻ, അല്ലേ നമ്മുടെ കാഴ്ചപ്പാട്, ജീവിതത്തിനോടുള്ള കാഴ്ചപ്പാട്. പല രീതിയിൽ പല സമയത്തും പലരും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ചാലഞ്ചാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു പേഴ്സണൽ വിഷൻ ഇല്ലാതെ പോകുന്നല്ലോ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു പേഴ്സണൽ വിഷനെ ഡിഫൈൻ ചെയ്യാൻ ഒക്കുന്നില്ലല്ലോ എന്നുള്ള പല കംപ്ലയിൻസും നമ്മൾ പലരോടും പല സമയത്തും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് കുട്ടികളല്ല, പല ജീവിതങ്ങളിൽ പല ഏജ് ലെവലിലും നമ്മൾ കേട്ടിട്ടുള്ള ഒരു കംപ്ലയിൻ്റാണ്. ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് ഒന്നും നേടിയിട്ടില്ലല്ലോ, എനിക്കൊരു പേഴ്സണൽ വിഷൻ ഇല്ലാതെ പോയല്ലോ. ഈ സമയത്ത് നമ്മൾ ഏറ്റവും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് അത് ഏത് രീതിയിൽ നമുക്കതിനെ ഒരു ടേൺ അറൗണ്ട് ആക്കി വരത്താൻ നോക്കും. എന്നോട് പലരും ചോദിക്കുന്ന സമയത്ത്, സ്പെഷ്യലി കുട്ടികൾ ചോദിക്കുമ്പോൾ, ഹൗ ഡു ഐ ഡെവലപ്പ് മൈ പേഴ്സണൽ വിഷൻ? ആ സമയത്ത് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് സ്റ്റീഫൻ കോവി എഴുതിയ 7 Habits of Successful People എന്ന ബുക്കിൻ്റെ ആദ്യത്തെ ഒരു അഡ്വൈസിലാണ്. ദ ഫസ്റ്റ് ഹാബിറ്റ് അതാണ് ബിഗിൻ വിത്ത് എൻ എൻഡ് ഇൻ ദ മൈൻഡ്. നമ്മൾ എവിടെ വരെ എത്തിച്ചേരണം, ഏത് ലെവൽ വരെ ഞാൻ എന്നെ തന്നെ കൊണ്ടുപോയി നിർത്തും എന്നുള്ള ഒരു കാഴ്ചപ്പാട് വളരെയധികം ക്ലിയർ ആക്കുകയാണ്. ബിഗിനിങ് വിത്ത് എൻ എൻഡ് ഇൻ ദ മൈൻഡ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ആദ്യത്തെ ഘടകം നമ്മുടെ പേഴ്സണൽ വിഷനെ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ നേരം. ആ സമയത്ത് ഇത് എപ്പോഴും ചിന്തിക്കുന്നതാണ്, എന്തിനാണ് ഈ പേഴ്സണൽ വിഷൻ? എന്തിനാണ് പേഴ്സണൽ വിഷൻ്റെ ആവശ്യം ഒരു മനുഷ്യ ജീവിതത്തിൽ? അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ, ഒരു പേഴ്സണൽ വിഷൻ ഉണ്ടെങ്കിൽ നമുക്കൊരു ഉദ്ദേശം അല്ലെ ഒരു ഗോൾ നമ്മുടെ മനസ്സിലുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു മിഷനുണ്ട്, അതിനെ ചേസ് ചെയ്യാൻ വേണ്ടി. നമുക്കൊരു ഒരു കാര്യപ്രാപ്തിക്ക് വേണ്ടി നമുക്ക് നമ്മുടെ കംപ്ലീറ്റ് എനർജീനെ ഫോക്കസ് ചെയ്യാൻ ഒക്കും ഒരു പേഴ്സണൽ വിഷൻ വരുമ്പോൾ. പേഴ്സണൽ വിഷൻ വരുമ്പോൾ നമുക്ക് ഒരു ഡയറക്ഷൻ കിട്ടും. ഏത് രീതിയിലാണ് ഞാൻ എൻ്റെ ജീവിതത്തിനെ നയിക്കേണ്ടത്, ആ ഒരു ഗോൾ വരെ പറ്റാൻ വേണ്ടി എന്നുള്ളൊരു ബോധ്യം മനുഷ്യ ജീവിതത്തിൽ വരും. നമ്മളിപ്പം ഞാനിപ്പം ഈ കാര്യം പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നൊരു കാര്യമാണ്, ഹൗ ക്യാൻ ഐ ഡെവലപ്പ് എ പേഴ്സണൽ വിഷൻ? ഏത് രീതിയിൽ ഞാൻ എൻ്റെ പേഴ്സണൽ വിഷനെ വളരെയധികം ഡിഫൈൻ ചെയ്യാൻ ഒക്കും? ആദ്യത്തെ ഒരു ഇമ്പോർട്ടൻ്റ് എലിമെൻ്റാണ്, ഏത് വാല്യൂ എൻ്റെ ജീവിതത്തിൽ, ഏത് മൂല്യം എൻ്റെ ജീവിതത്തിൽ വളരെയധികം പ്രധാനപ്പെട്ടയാണ്. വിച്ച് വാല്യൂ കൗണ്ട്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻ മൈ ലൈഫ്? അതിൻ്റെ ഒരു ഡെഫിനേഷൻ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ പേഴ്സണൽ വിഷനെ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി വളരെയധികം ഉപയോഗപ്പെടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സെക്കൻഡാണ്, ഈ പേഴ്സണൽ വിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ സിംഗിൾ വിഷനായിട്ട് നമ്മൾ ഒരിക്കലും കാണല്ലേ. ഈ പേഴ്സണൽ വിഷൻ അബൌട്ട് മൈ ഫാമിലി, പേഴ്സണൽ വിഷൻ അബൌട്ട് മൈ കരിയർ, പേഴ്സണൽ വിഷൻ എൻ്റെ സാമ്പത്തിക ജീവിതത്തിൽ, സാമ്പത്തിക രീതിയിൽ, ആ ഒരു മേഖലയിൽ ഞാൻ ഏത് രീതിയിൽ എൻ്റെ വിഷൻ ഡെവലപ്പ് ചെയ്യും എന്നുള്ള ഒരു ഡെഫിനിഷനാണ് ആദ്യം നമ്മൾ
അടിവരെ വെച്ച് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത്. ഏത് രീതിയിലാണ് എൻ്റെ പേഴ്സണൽ വിഷൻ അബൌട്ട് മൾട്ടിപ്പിൾ എലിമെൻറ്റ്സ്, എൻ്റെ ഫാമിലി ആകാം, എൻ്റെ സാമ്പത്തിക മേഖലയാകാം, എൻ്റെ ജോലി സംബന്ധമായിട്ടുള്ള മേഖലയാകാം, എൻ്റെ ബിസിനസ് ആകാം, അല്ലേ എൻ്റെ ഒരു പേഴ്സണാലിറ്റി ആകാം. ആ രീതിയിലുള്ള പേഴ്സണൽ വിഷൻ നമ്മൾ ആദ്യം നമ്മളെ തന്നെ ചോദ്യം ചെയ്യുമ്പോൾ നമുക്കതിനെ ഡിഫൈൻ ചെയ്ത് എഴുതിയിടാൻ നോക്കും. മൂന്നാമത്തത്, നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഏതാണ്, നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിന് തൃപ്തി വരുന്നത് ഏതൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോഴാണ്. ചിലപ്പം പാടുവാനായിരിക്കാം, ചിലപ്പം എഴുതുവാനായിരിക്കാം, ചിലപ്പം എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു പ്രോഗ്രാമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കാം, അല്ലെ ഏതൊരു കഴിവായാലും ആ കഴിവ് ഏതാണ് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ചെയ്യുമ്പോൾ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇതും ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു എലിമെൻ്റാണ് നമ്മൾ നമ്മുടെ പേഴ്സണൽ വിഷനെ ഡിഫൈൻ ചെയ്യുമ്പോൾ വരുന്നത്. ഇതിനെല്ലാത്തിനും ഉപരി വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു എലിമെൻ്റാണ് എന്താണ് എൻ്റെ സ്ട്രെങ്ത്സ്, എന്താണ് എൻ്റെ വീക്ക്നെസ്സസ്. ഏത് രീതിയിൽ ഞാൻ എന്നെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയാൽ ഞാൻ അവിടെ നേടാനൊക്കും, ഏതൊക്കെ മേഖലയിൽ എനിക്ക് വീക്ക്നെസ്സസ് ഉണ്ട്. ഈ സ്ട്രെങ്ത്സ് ആൻഡ് ഈ വീക്ക്നെസ്സസിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെങ്ത്തിനെ യൂസ് ചെയ്ത് ഞാൻ ക്യാപിറ്റലൈസ് ചെയ്യുവാണ്, വീക്ക്നെസ്സിനെ ഞാൻ ഓവർകം ചെയ്യാൻ നോക്കുവാണ്. ചിലപ്പോൾ എനിക്ക് സംസാരിക്കാനുള്ള ഒരു കഴിവ് ഇല്ലായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ ഒരു വിഷൻ വരെ എത്തിച്ചേരണമെങ്കിൽ എനിക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എഴുതുവാനുള്ള ഒരു സ്കിൽ എനിക്കില്ലായിരിക്കാം. ആ സ്കില്ലിനെ ഞാൻ ഏത് രീതിയിലാണ് വർദ്ധിപ്പിക്കേണ്ടത്? അല്ലെങ്കിൽ ചിലപ്പം എനിക്ക് അക്കൗണ്ടൻസിയിൽ വലിയ കോമ്പിറ്റൻസ് ഇല്ല, ആ സമയത്ത് ഞാൻ അക്കൗണ്ടൻസിനെ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന രീതിയിലുള്ള ചിന്തകളും ആ രീതിയിലുള്ള നമ്മുടെ പ്രവർത്തനങ്ങളും മുന്നോട്ട് ചെന്നാൽ നമ്മുടെ വീക്ക്നെസ്സസിനെ നമുക്ക് കവർ ചെയ്യുവാനൊക്കും, നമ്മുടെ സ്ട്രെങ്ത്സിനെ നമുക്ക് യൂസ് ചെയ്യുവാനൊക്കും. ഇതിന് എപ്പോഴും എന്നോട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ജിജുവിൻ്റെ ലാസ്റ്റ് ഡേ ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ ജിജുക്ക് എന്തുമായിരിക്കും ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ളത് എന്നൊരു ചോദ്യം എനിക്ക് ചോദിച്ചപ്പോൾ അതിനൊരു ഉത്തരം കണ്ടെത്തിയപ്പോഴാണ് എനിക്കെൻ്റെ ജീവിതത്തിനുള്ള മിഷൻ ഞാൻ തന്നെ കണ്ടെത്തിയത്. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ദിവസം അവസാന ദിവസമാണ് നമുക്ക് നൽകിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തുമായിരിക്കും ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ആ ഒരു ആഗ്രഹത്തിനെ നമ്മൾ കുറിച്ചു വെക്കുക. ആ ഒരു ആഗ്രഹത്തിൻ്റെ കൂട്ടത്തിൽ ഞാൻ ആരെ പോലെ ആയിത്തീരണം എന്നുള്ളൊരു ഹീറോ ഓഫ് മൈ ലൈഫ് അതിനെയും ഡിഫൈൻ ചെയ്ത് ഈ പറഞ്ഞിരിക്കുന്ന എലിമെൻറ്റ്സിനെ എല്ലാത്തിനെയും കണക്ട് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ മിഷൻ അല്ലെ ഒരു പേഴ്സണൽ വിഷനെ ഡിഫൈൻ ചെയ്യാനൊക്കും, എഴുതി ഉണ്ടാക്കുവാനൊക്കും. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ്, ക്രിയേറ്റ് യുവർ പേഴ്സണൽ വിഷൻ. ഒരു വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു എലിമെൻ്റാണ്. പലപ്പോഴും പലരും പറയും, എനിക്ക് ഇത്രയും പ്രായമായിപ്പോയല്ലോ, ഇനിയിപ്പോൾ എന്താണ്, ഇനിയിപ്പം ഒന്നും ചെയ്യുവാനുമില്ല, ഒന്നും നേടുവാനുമില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന പലരുമുണ്ട്. ഈ സമയത്താണ് ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ നമ്മുടെ മുമ്പിൽ വരുന്നത്, എപ്പോൾ ആണ് ഞാൻ എൻ്റെ പേഴ്സണൽ വിഷൻ സ്റ്റേറ്റ്മെൻറ്റിനെ ഡിഫൈൻ ചെയ്യുന്നത്? അത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചരിത്രം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പല ജീവിതങ്ങൾ പല സ്റ്റേജസിൽ എടുത്തിരിക്കുന്ന ഓരോ തീരുമാനം കൊണ്ട് അവരുടെ ജീവിതത്തിനെ തന്നെ തിരിച്ച് മറിച്ചെടുത്തിരിക്കുന്നത്. അതിൽ ഒരു വ്യക്തിയുടെ ഞാൻ കഥ പറയാൻ ആഗ്രഹിക്കുന്നു. 16-ാം വയസ്സിൽ കല്യാണം കഴിച്ചു, 17-ാം വയസ്സിൽ കുട്ടിയുണ്ടായി, 18-ാം വയസ്സിൽ ഡൈവോഴ്സ്. അത് കഴിഞ്ഞ് ഈ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്യാൻ ഉള്ള ശ്രമം നടത്തി, അത് പരാജയപ്പെട്ടു, പോലീസ് കേസസ് നടന്നു. പിന്നുള്ള ജീവിതം 65 വയസ്സ് വരെ വെറും സാധാരണ ഒരു കുക്ക് ആയിട്ട് ജീവിതം കഴിച്ചുപോയി. ലാസ്റ്റിൽ സോഷ്യൽ സെക്യൂരിറ്റിയിൽ കിട്ടിയിരിക്കുന്ന ചെക്കിൻ്റെ വാല്യൂ കണ്ടപ്പോൾ കണ്ണ് തെള്ളിയച്ച് പുള്ളി തന്നെ പറഞ്ഞു, ഇതും കൊണ്ട് എനിക്ക് ജീവിക്കാൻ ഒക്കുകയില്ല. $100 ഒരു മാസം എനിക്ക് കിട്ടുമ്പോൾ എനിക്ക് ഈ $100 കൊണ്ട് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒക്കുകയില്ല എന്നുള്ളൊരു തീരുമാനമെടുത്തപ്പോൾ ഞാൻ എന്തിലാണ് ഏറ്റവും എഫിഷ്യൻ്റ് ആയിരിക്കുന്നത് എന്നുള്ളൊരു എലിമെൻറ്റ് കണ്ടെത്തിയേച്ച് അതിൽ കുക്കിംഗ്. ഞാൻ ഇത്രയും വർഷങ്ങൾ ഞാൻ കുക്കിങ്ങാണ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്കൊരു സീക്രട്ട് ഫോർമുല ഉണ്ട്, അത് ഞാൻ എടുത്തൊന്ന് പ്രയോജിക്കട്ടെ എന്ന് പറഞ്ഞേച്ച് അത് പ്രയോജനപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞ് ആ ഒരു സ്കില്ലിനെ എടുത്തേച്ച് കേണൽ
സാൻഡേഴ്സ് അല്ലെ കേണൽ ഹാർലൻഡ് ഡേവിഡ് സാൻഡേഴ്സ് എന്ന് പറഞ്ഞ വ്യക്തി മുന്നോട്ട് ചെന്ന് അറ്റ് ദി ഏജ് ഓഫ് 80 ബിക്കെയിം എ ബില്യണർ. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു സ്ഥാപനമാണ് KFC അല്ലെ കെൻറ്റക്കി ഫ്രൈഡ് ചിക്കൻ. അതിൻ്റെ ഓണറുടെ സ്റ്റോറിയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. 65-ാം വയസ്സിലെടുത്ത തീരുമാനം അത് ലോകമെമ്പാടും ഒരു വലിയ ഒരു പ്രസ്ഥാനമായിട്ട് തിരിഞ്ഞു മാറി വളരെയധികം സക്സസ്സിനെ കണ്ടെത്തിയ ഒരു വ്യക്തിയാണ് കേണൽ ഹാർലൻഡ് ഡേവിഡ് സാൻഡേഴ്സ്. മറ്റൊരു തീരുമാനമാണ് ഈ പേഴ്സണൽ വിഷൻ സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ റീവിസിറ്റ് ചെയ്യാൻ ഒക്കുമോ, തിരിച്ചു പോയി അതിൽ മാറ്റം വരുത്തുവാൻ ഒക്കുമോ, തിരിച്ചു പോയി അതിൽ വേണ്ടിയ ഭേദഗതികൾ വെച്ചേച്ച് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒക്കുമോ എന്നുള്ളൊരു ചോദ്യം എപ്പോഴും എല്ലാവരും ചോദിക്കുന്നതാണ്. ഒരു പേഴ്സണൽ വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഒക്കെ ഞാൻ ഉണ്ടാക്കി, പക്ഷേ ഈ പേഴ്സണൽ വിഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ എനിക്ക് ഞാൻ ഒരു ഹാഫ് സ്റ്റേജിലെത്തുമ്പോൾ എനിക്കൊരു ചിന്ത എനിക്കതിൽ മാറ്റിയാൽ കൊള്ളാമല്ലോ. ആ സമയത്ത് ഇതും വളരെയധികം സാധ്യതയാണ്. നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ വളരെയധികം സുപരിചിതനായ ഒരു പേരാണ് ഹെൻറി ഫോർഡ്. ഹെൻറി ഫോർഡ് പലരുടെയും സ്വപ്നത്തിനെ ഒരു റിയാലിറ്റിയാക്കി മാറ്റിയ ഒരു വ്യക്തിയാണ്. എനിക്കെൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു വണ്ടി അല്ലേ ഒരു ഓട്ടോമൊബൈൽ വേണം എന്നുള്ളൊരു സ്വപ്നത്തിനെ കംപ്ലീറ്റ്ലി ഒരു റിയാലിറ്റിയാക്കി മാറ്റിയ ഒരു വ്യക്തിയാണ് ഹെൻറി ഫോർഡ്. ഹെൻറി ഫോർഡിൻ്റെ ജീവിതം നമ്മൾ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു ജീവിതമാണ്. മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു, ഏത് സമയത്തും നമുക്ക് നമ്മുടെ തീരുമാനങ്ങളെ തിരിച്ചു പോയി നമുക്ക് റീവിസിറ്റ് ചെയ്യാൻ ഒക്കുമെന്ന്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ ബേസ് ചെയ്തേച്ച് നമുക്ക് അതിനെ തിരിച്ച് റീവിസിറ്റ് ചെയ്യാൻ ഒക്കുമെന്നോ? ഒക്കും. ഹെൻറി ഫോർഡ് ആദ്യമായിട്ട് തുടങ്ങിയ ഒരു കമ്പനിയാണ് ഡെട്രോയിറ്റ് ഓട്ടോമൊബൈൽ കമ്പനി. ഡെട്രോയിറ്റ് ഓട്ടോമൊബൈൽ കമ്പനി ഒരു വലിയൊരു വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിൻ്റെ സഹായത്താൽ അത് തുടങ്ങി. അത് കുറേ നാൾ മുന്നോട്ട് ചെന്ന് കഴിഞ്ഞേച്ച് വളരെയധികം വലിയൊരു ലോസ് അതിന് വന്നേച്ച് ആ ലോസ് മുഖേന ആ കമ്പനി അടച്ചു പൂട്ടുവാൻ ഉള്ള ഒരു സാഹചര്യത്തിലോട്ട് മാറി. ഹെൻറി ഫോർഡ് ആ പേരിൻ്റെ ലൈസൻസ് കയ്യിൽ മാത്രം വെച്ചേച്ച് അടുത്തൊരു സംരംഭത്തിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. പുള്ളിയുടെ സെക്കൻഡ് കമ്പനി ആയിരുന്നു ഹെൻറി ഫോർഡ് കമ്പനി. അതിലും വളരെയധികം പ്രയാസങ്ങളും പരാജയങ്ങളും ഒക്കെ വന്നപ്പോൾ ഹെൻറി ഫോർഡ് അതിനെ നിർത്തിയേച്ച് വീണ്ടും ഒരു തേർഡ് കമ്പനി തുടങ്ങി. ഈ മൂന്നാമത്തെ കമ്പനിയായിരുന്നു നമ്മളെല്ലാവരും അറിയപ്പെടുന്നത് ആയിട്ടുള്ളത് ഫോർഡ് മോട്ടോർ കമ്പനി. 2 തോൽവികൾ കഴിഞ്ഞ് മൂന്നാമത്തെ ട്രയലാണ് ഹെൻറി ഫോർഡ് സക്സസ് പ്രാപിക്കുന്നത്. ഈ സമയത്ത് ഈ സന്ദർഭത്തിൽ ഞാനൊന്ന് നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഈ സമയത്ത് നമ്മൾ നമ്മുടെ ജീവിതത്തിനെ തന്നെ എടുത്തൊന്ന് നോക്കിക്കേ. പുറകോട്ട് നമ്മൾ നോക്കുമ്പോൾ വളരെയധികം പ്രയാസങ്ങളും പരാജയങ്ങളും പറ്റിയൊരു ജീവിതത്തിൽ നമ്മൾ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു? നമ്മുടെ തീരുമാനങ്ങൾ ഏത് രീതിയിൽ നമ്മുടെ ജീവിതത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ? അതിനെ നമുക്ക് തിരിച്ച് റീവിസിറ്റ് ചെയ്തേച്ച് അതിൽ വേണ്ടിയ മാറ്റങ്ങളും ഭേദഗതികളും വരുത്തിയേച്ച് നമുക്കതിനെ ഒരു റീഫോർമാറ്റ് ചെയ്തേച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഹാബിറ്റ് നമ്മുടെ ഉള്ളിലുണ്ടോ? ഹെൻറി ഫോർഡ് ചെയ്ത പോലെ അല്ലെ കേണൽ സാൻഡേഴ്സ് ചെയ്ത പോലെ പലരുടെയും പല കംപ്ലയിൻസാണ്, എൻ്റെ ജീവിതം ഒരു രീതിയിലും ഇനിയിപ്പം കഴിഞ്ഞു, ഇനിയിപ്പോൾ എന്തുണ്ട് മുന്നോട്ട്? ആ ഒരു ചിന്ത മാറ്റി പിടിച്ചേച്ച് ഇനിയിപ്പോൾ എനിക്ക് മാറ്റങ്ങൾ ചെയ്യുവാൻ ഒക്കുമോ ഉള്ള ചിന്ത മാറ്റി വെച്ചേച്ച് ഹെൻറി ഫോർഡിനെ പോലെ കുറച്ച തീരുമാനം കൊണ്ട് എനിക്കെൻ്റെ ജീവിതത്തിൽ പല മാറ്റങ്ങളും പല രീതിയിൽ പലരുടെ ജീവിതങ്ങളെയും മാറ്റാൻ ഒക്കും എന്നുള്ള തീരുമാനമെടുത്തുകൊണ്ട് ഒരു പേഴ്സണൽ വിഷനെ റീക്രാഫ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണം. ഇതിൽ എന്താണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു ഷോ സ്റ്റോപ്പർ അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളെ സ്റ്റോപ്പ് ചെയ്യുന്ന, നമ്മുടെ പേഴ്സണൽ വിഷനെ കുറിച്ച് സ്റ്റോപ്പ് ചെയ്യുന്ന എന്താണെന്ന് നമുക്ക് ചിന്തിച്ച് നോക്കാം. ഏറ്റവും വലിയ ഒരു ഷോ സ്റ്റോപ്പറാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ഭയം. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ഒരു അൺറിയലായിട്ടുള്ള ഒരു എലിമെൻ്റാണ് ഭയം. ഭയത്തെ അതിജീവിക്കാൻ നമ്മൾ നോക്കണം. ഓവർകം യുവർ ഫിയേഴ്സ് ബൈ റിപ്പീറ്റിംഗ് യുവർ പേഴ്സണൽ വിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഞാൻ മുമ്പ് പറഞ്ഞുണ്ടായി, ക്രിയേറ്റ് എ പേഴ്സണൽ വിഷൻ അല്ലെ എഴുതി ഉണ്ടാക്കുക. ഈ ഒരു പേഴ്സണൽ വിഷൻ എഴുതി ഉണ്ടാക്കുന്നത് അതിനെ തിരിച്ച് റീവിസിറ്റ് ചെയ്തേച്ച് ഇത് ഞാൻ എടുത്ത തീരുമാനമാണ്, ഇതിൽ ഞാൻ ഉറച്ചു നിൽക്കും, ഈ തീരുമാനം
ഞാൻ എൻ്റെ ജീവിതത്തിനെ കൊണ്ട് ആ ഒരു ഗോൾ വരെ എത്തിക്കും എന്നുള്ള തീരുമാനമെടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം വ്യത്യാസങ്ങളും വളരെയധികം മാറ്റങ്ങളും വരുത്താൻ ഒക്കും. വേറെ ഒരു വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചിന്തയുണ്ട്. തിങ്ക് സ്മോൾ ആൻഡ് ലിവ് സ്മോൾ. നമ്മൾ ഏത് രീതിയിൽ നമ്മുടെ ചിന്തകളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു ആ രീതിയിൽ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ചിന്തകളെ നമ്മൾ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കുക, കുറച്ചുകൂടെ വലിയ ഡ്രീംസ്, വലിയ സ്വപ്നങ്ങൾ കാണുക. ആ സ്വപ്നങ്ങളെ കംപ്ലീറ്റ്ലി ഒരു റിയാലിറ്റിയിലോട്ട് മാറ്റുന്നത് നമ്മൾ ക്രാഫ്റ്റ് ചെയ്യുന്ന വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടാണ്. വേറെ ഒരു ഘടകം നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ, ബിക്കമിങ് ഓവർലി ഇൻഫ്ലുവൻസ്ഡ് ബൈ റിയാലിറ്റി. സത്യാവസ്ഥ എന്താണെന്നുള്ളൊരു കാണുമ്പോൾ നമ്മൾ അതിൽ വളരെയധികം ലയിച്ചു പോയി, ദൈവമേ ഇതും കൊണ്ട് എന്നെക്കൊണ്ട് ഒക്കെയില്ലല്ലോ, ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു എൻവയറമെൻറ്റിൽ എനിക്ക് ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ ഒക്കുന്നില്ലല്ലോ എന്നുള്ള ചിന്ത പലപ്പോഴും നമ്മുടെ ചിന്തയിലും നമ്മുടെ ജീവിതത്തിനെയും വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ആ സമയത്ത് നമ്മൾ എടുക്കേണ്ട തീരുമാനങ്ങൾ, നമ്മൾ എടുക്കേണ്ട റീവിസിറ്റിംഗ് അവർ പേഴ്സണൽ വിഷൻ സ്റ്റേറ്റ്മെൻറ്റ്, അതിനെ റീക്രാഫ്റ്റ് ചെയ്ത് അതിനെ റീപ്രോഗ്രാം ചെയ്ത് വെച്ച് നമുക്ക് നടക്കേണ്ട പാതകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ നമുക്ക് ജീവിക്കുവാനും നമുക്ക് എത്തിപ്പറ്റുവാനും ഒക്കും. പേഴ്സണൽ വിഷൻ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ക്യാരക്ടറാണ് ഓപ്ര വിൻഫ്രി. ഓപ്ര വിൻഫ്രി ഒരു കുട്ടിയായിരുന്നപ്പോൾ ഓപ്ര വിൻഫ്രിയുടെ മുത്തശ്ശി പറഞ്ഞു, ഇതൊക്കെ നീ കണ്ടുപഠിക്കുക, ഏത് രീതിയിലാണ് വെണ്ണ കടഞ്ഞെടുക്കുന്നതും ഏത് രീതിയിലാണ് തുണികൾ നമ്മൾ കഴുകുന്നതും. എന്താണെന്ന് വെച്ചാൽ എന്നെപ്പോലെ തന്നെ നിനക്കും നിൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ ചെയ്തായിരിക്കണം ജീവിക്കേണ്ടത്. ആ സമയത്ത് ഓപ്ര വിൻഫ്രി എഴുതുകൊണ്ടായി, എൻ്റെ ഉള്ളിൽ നിന്ന് ചെറിയൊരു സ്വരം വന്നു, ഇതല്ലല്ലോ ഞാൻ ചെയ്യേണ്ടത്, എനിക്കൊരു അധ്യാപികയാകണം, എനിക്കൊരു ടീച്ചറാകണം. ആ ടീച്ചറായിട്ട് എന്നെപ്പോലത്തെ ജീവിതം ജീവിക്കുന്ന പല കുട്ടികളുടെ ജീവിതത്തിൽ ഒരു വലിയ വ്യത്യാസം വരുത്തണം എന്നുള്ളൊരു പേഴ്സണൽ വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കിയുണ്ടായി. അത് കഴിഞ്ഞുള്ള സ്റ്റോറി നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഓപ്ര വിൻഫ്രി ഷോ വളരെയധികം പോപ്പുലറായിരുന്നു. ഇപ്പോൾ പുള്ളിയുടെ തന്നെ ഒരു TV ചാനലുണ്ട്. വളരെയധികം ജീവിതങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും വളരെയധികം ജീവിതങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുകയും പ്രാപ്തിയും കഴിവുള്ള ഒരു വ്യക്തിയായി മാറി ഓപ്ര വിൻഫ്രി ഷോ. ഓപ്ര വിൻഫ്രിയെ പോലെ നമുക്കുമാകാം. ചിലപ്പം നമ്മുടെ മേഖല TVയും നമ്മുടെ മേഖല ഷോസും പാട്ടുകളുമല്ലായിരിക്കാം. ചിലപ്പം നമുക്ക് ദൈവം തന്നിരിക്കുന്ന താലന്തുകൾ വളരെയധികം വ്യത്യാസമുള്ള താലന്തുകളായിരിക്കാം. ആ താലന്തുകളെ നമ്മൾ കണ്ടെത്തുക, നമ്മുടെ ജീവിതത്തിനെ നമ്മൾ ഏത് രീതിയിൽ മുന്നോട്ട് ക്രാഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ നോക്കും നമ്മുടെ പേഴ്സണൽ വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് മുഖേന എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുക. ഓപ്ര വിൻഫ്രിയെ പോലെ നമ്മൾക്കും ആകാൻ പറ്റും. സദൃശ്യവാക്യങ്ങൾ 16-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം പറയുന്നു, നിൻ്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക, എന്നാൽ നിൻ്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. ടേക്ക് യുവർ പ്ലാൻസ് ആൻഡ് സബ്മിറ്റ് ഇൻ ടു ദി ഹാൻഡ്സ് ഓഫ് ദ ലോർഡ്, ഫോർ ഹീ വിൽ മേക്ക് ഇറ്റ് പോസിബിൾ. ദൈവമായ കർത്താവിന് നമ്മുടെ പ്ലാനുകളും നമ്മുടെ പദ്ധതികളെയും സാധ്യമാക്കാൻ കഴിവുള്ള കർത്താവാണ്, ജീവനുള്ള കർത്താവാണ്. ആ കർത്താവിൻ്റെ കയ്യിലോട്ട് നമ്മുടെ പ്ലാനുകളും നമ്മുടെ പദ്ധതികളെയും നമ്മളൊന്ന് എടുത്തു കൊടുത്താട്ടെ. നമ്മുടെ ജീവിതത്തിൽ തന്നെ വളരെയധികം മാറ്റങ്ങളും വളരെയധികം നന്മകളും കോരിവാരി തരാൻ കഴിവുള്ള കർത്താവാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കർത്താവിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പേഴ്സണൽ വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയാൽ നമ്മുടെ ജീവിതത്തിൽ മുൻ പറഞ്ഞ പോലെ പല മേഖലകളുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആയിരിക്കാം, നമ്മുടെ കുടുംബത്തിൻ്റെ സന്തോഷമായിരിക്കാം, എൻ്റെ ജോലി സ്ഥലത്ത് എനിക്ക് വേണ്ടിയ മേൽമയായിരിക്കാം, അല്ല എൻ്റെ ബിസിനസ്സിൽ എനിക്ക് കുറച്ചുകൂടെ വളരണം എന്നുള്ള ചിന്തയായിരിക്കാം. എല്ലാത്തിലും ഒരു എത്തിക്കൽ സ്റ്റാൻഡ് എടുത്തുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നിൻ്റെ പ്ലാനുകളെ നമ്മൾ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് പറയാനൊക്കും, എൻ്റെ ജീവിതത്തിലെ പ്ലാനുകളെ കർത്താവായ ദൈവം സാധ്യതകൾ ഒരുക്കി തന്നു. അസാധ്യമായിട്ടുള്ള കാര്യങ്ങളെ സാധ്യമായിട്ട് എനിക്ക് ദൈവം നൽകി തന്നു. എൻ്റെ ദൈവം നിങ്ങളുടെയും ദൈവമാണ്. ആ ദൈവത്തിന് സകലതും സാധ്യമാണ്. നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു.
ഗോൽഗോഥാമലമുകളിൽ ജീവൻ എനിക്കായി വെടിഞ്ഞ സ്നേഹം പ്രാണൻ പിടഞ്ഞു നീറുന്ന നേരം ദേഹം തളർന്നു വീഴുന്ന നേരം ക്രൂശിൻ നിഴലിൽ നിന്നകലെയായി മറയും പാപിയാമെന്നെ നീ പാർത്തതില്ലേ മിഴിനീരാർദ്രമായി ചൊരിഞ്ഞതല്ലേ ഗോൽഗോഥാമലമുകളിൽ ജീവൻ എനിക്കായി വെടിഞ്ഞ സ്നേഹം പ്രാണൻ പിടഞ്ഞു നീറുന്ന നേരം ദേഹം തളർന്നു വീഴുന്ന നേരം ക്രൂശിൻ നിഴലിൽ നിന്നകലെയായി മറയും പാപിയാമെന്നെ നീ പാർത്തതില്ലേ മിഴിനീരാർദ്രമായി ചൊരിഞ്ഞതല്ലേ ഗോൽഗോഥാമലമുകളിൽ അരുതാത്തതൊന്നും ചെയ്തില്ല നാഥൻ അനവധി നിന്ദകൾ പകരമായി അരുതാത്തതൊന്നും ചെയ്തില്ല നാഥൻ അനവധി നിന്ദകൾ പകരമായി അരുമയോടെന്നെ ചേർക്കുവാനായി കുരിശിൻ വഴിയിൽ നീ ഏകനായി അതിരുകളില്ലാത്ത നോവുകളേകി ക്രൂശിൻ നിഴലിൽ നിന്നകലെയായി മറയും പാപിയാമെന്നെ നീ പാർത്തതില്ലേ മിഴിനീരാർദ്രമായി ചൊരിഞ്ഞതല്ലേ ഗോൽഗോഥാമലമുകളിൽ അപരാധമെല്ലാം മുറിവുകളായി ആത്മനാഥാ നീ ആശ്വാസമായി അപരാധമെല്ലാം മുറിവുകളായി ആത്മനാഥാ നീ ആശ്വാസമായി നിന്നിണം ചിന്തി എന്നുകം പേറി എൻ പാപപീഠകൾ സൗഖ്യമായി അതിരുകളില്ലാത്ത നോവുകളേകി ക്രൂശിൻ നിഴലിൽ നിന്നകലെയായി മറയും പാപിയാമെന്നെ നീ പാർത്തതില്ലേ മിഴിനീരാർദ്രമായി ചൊരിഞ്ഞതല്ലേ ഗോൽഗോഥാമലമുകളിൽ ജീവൻ എനിക്കായി വെടിഞ്ഞ സ്നേഹം പ്രാണൻ പിടഞ്ഞു നീറുന്ന നേരം ദേഹം തളർന്നു വീഴുന്ന നേരം
ക്രൂശിൻ നിഴലിൽ നിന്നകലയായി മറയും പാപിയാമെന്നെ നീ പാർത്തതില്ലേ? മിഴിനീരാർദ്രമായി ചൊരിഞ്ഞതല്ലേ ഗോൽഗോഥ മലമുകളിൽ? ജീവൻ എനിക്കായി വെടിഞ്ഞ സ്നേഹം പ്രാണൻ പിടഞ്ഞു നീറുന്ന നേരം ദേഹം തളർന്നു വീഴുന്ന നേരം ക്രൂശിൻ നിഴലിൽ നിന്നകലയായി മറയും പാപിയാമെന്നെ നീ പാർത്തതില്ലേ? മിഴിനീരാർദ്രമായി ചൊരിഞ്ഞതല്ലേ ഗോൽഗോഥ മലമുകളിൽ?